നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന പാഠഭാഗം രണ്ടാമത്തേത് കൊച്ചു ദേവദാരു എന്ന പാഠഭാഗമാണ്. പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് പാഠഭാഗത്തിൻ്റെ ആശയവും അതുമായി ബന്ധപ്പെട്ടു വരുന്ന പഠന പ്രവർത്തനങ്ങളുമാണ്. കൊച്ചു ദേവദാരു ആശയം. പഴയകാല റഷ്യൻ ജീവിത പശ്ചാത്തലത്തിൽ സിർഗെ മിഹൽക്കോഫ് എന്ന റഷ്യൻ എഴുത്തുകാരൻ്റെ ശിശിരത്തിലെ ഓക്കുമരം എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് കൊച്ചു ദേവദാരു എന്ന കഥ. വിവർത്തനം ചെയ്തിരിക്കുന്നത് സി തങ്കം. യുദ്ധവും മഞ്ഞും മരങ്ങളും ജീവികളും പ്രകൃതിയുമെല്ലാം കഥാപാത്രങ്ങളായി വരുന്ന കഥകളാണ് ഈ കൃതിയിലുള്ളത്. ശിശിരത്തിലെ ഓക്കുമരം എന്ന കൃതിയിലെ ഏറ്റവും മനോഹരമായ കഥകളിൽ ഒന്നാണിത്. വനപാലകന്റെ വീടിന് മുന്നിലുള്ള വനപ്രദേശത്താണ് കൊച്ചു ദേവദാരു വളർന്നു വന്നത്. മറ്റു മരങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടാണ് ജീവിച്ചു വന്നതെങ്കിലും ദേവദാരുവിൻ്റെ ഓമനത്വവും സൗന്ദര്യവും കാരണം അവിടെ എല്ലാവരും സ്നേഹത്തോടെ അവളെ നോക്കിയിരുന്നു. ചെറുജീവികൾ അവളോട് കൂട്ടുകൂടിയിരുന്നു. ഒരു നാൾ അവളുടെ ചില്ലയിൽ വന്നിരുന്ന മാക്പൈ എന്ന പക്ഷി അവളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം പുതുവർഷം വരെ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ട് കൊച്ചു ദേവദാരു ഭയന്നു. തൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നവൾക്ക് തോന്നി. പുതുവർഷം വരെയും അവൾക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല. എന്നാൽ പുതുവർഷ തലേന്ന് വനപാലകനും മക്കളും തന്നെ സമീപിക്കുന്നത് കണ്ട് ദേവദാരു ഭയക്കുന്നു. ആ ഭയത്തിൽ ബോധം പോകുന്ന ദേവദാരു കണ്ണു തുറക്കുമ്പോഴും അവൾക്കൊന്നും സംഭവിച്ചിരുന്നില്ല. ബോധം തെളിഞ്ഞപ്പോൾ തൻ്റെ ചില്ലകൾ മുഴുവൻ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതാണ് കണ്ടത്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സുന്ദരിയായ ദേവദാരു പുതുവർഷത്തിൻ്റെ പ്രതീകമായി നിലകൊണ്ടു. അതെങ്ങനെയാണ് സംഭവിച്ചത്? മരങ്ങളുടെ മഹത്വം അറിയുന്ന വനപാലകനും മക്കളും ദേവദാരുവിനെ അവൾ നിന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഒരു പുതുവർഷം മരമായി അലങ്കരിക്കുകയായിരുന്നു. ഈ കഥകളെല്ലാം വളരെ വർഷങ്ങൾക്ക് ശേഷം ദേവദാരു ആശ്വാസത്തോട് പറയുന്നതാണ് പാഠഭാഗം. ലളിതമായ ഭാഷയും മികച്ച ആഖ്യാന രീതിയും ഈ കഥയെ കൂടുതൽ മികച്ചതാക്കുന്നുണ്ട്. അതുമാത്രമല്ല, അനേകം വാങ്മയ ചിത്രങ്ങൾ കൂടി ഈ കഥയിലുണ്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം. ഈ കഥ നമ്മൾ കേൾക്കുമ്പോൾ കൊച്ചു ദേവദാരു നമ്മുടെ ഒരു കൊച്ചനുജത്തിയെ പോലെയാണ് നമുക്ക് തോന്നുക, അല്ലേ? ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. വായിക്കാം, പറയാം. ദേവദാരുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. കൊച്ചു ദേവദാരു മറ്റു മരങ്ങളിൽ നിന്ന് വേറിട്ട് ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും അവൾ എപ്പോഴും സന്തോഷവതിയായിരുന്നു. ചെറിയ ജീവികളും കിളികളും എല്ലാം അവളോട് കൂട്ടുകൂടിയിരുന്നു. മറ്റു മരങ്ങൾ അവളുടെ ഓമനത്വം കണ്ട് അവളെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ. മറ്റു മരങ്ങളെല്ലാം കാട്ടിനുള്ളിൽ കൂട്ടുചേർന്നാണ് വളർന്നിരുന്നത്. എന്നാൽ ദേവദാരു വനപാലകന്റെ വീടിന് മുന്നിലുള്ള തുറന്ന പ്രദേശത്താണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അതിനു ചുറ്റും മറ്റു മരങ്ങളൊന്നുമില്ലായിരുന്നു. അതാണ് ദേവദാരു ഒറ്റപ്പെട്ടു പോയത്. ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? ഒറ്റയ്ക്കാണ് വളർന്നതെങ്കിലും ദേവദാരു ഒരിക്കലും ഏകാന്തത അനുഭവിച്ചിരുന്നില്ല. എന്തെന്നാൽ അതിനോട് കൂട്ടുകൂടാനായി നിരവധി ജീവികൾ എന്നും എത്തിയിരുന്നു. എന്നാൽ ഒരിക്കൽ അതിൻ്റെ ചില്ലയിൽ വന്നിരുന്ന മാക്പൈ പക്ഷി ദേവദാരുവിനോട് തീർത്തും നിർദ്ദയമായിട്ടാണ് പെരുമാറിയത്. പുതുവർഷത്തിൽ ആരെങ്കിലും വന്ന് ദേവദാരുവിൻ്റെ ചില്ലകൾ വെട്ടിക്കൊണ്ടു പോകുമെന്നും അതോടെ അതിൻ്റെ ജീവിതം അവസാനിക്കുമെന്നും പക്ഷി പറഞ്ഞു. ഡിസംബർ 31-ാം തീയതി ദേവദാരുവിനുണ്ടായ അനുഭവം എന്തായിരുന്നു? മാക്പൈ എന്ന പക്ഷി ദേവദാരുവിനോട് അവൾക്ക് പുതുവർഷം വരെ ആയുസ്സുള്ളൂവെന്നും നിന്റെ ചില്ലകളെല്ലാം ആരെങ്കിലുമൊക്കെ വന്ന് വെട്ടിക്കൊണ്ടു പോകുമെന്നും പറയുന്നു. അതോടെ അവൾ ഓരോ നിമിഷവും ഭയത്തോടെ ജീവിക്കുന്നു. ഡിസംബർ മാസത്തിൽ കനത്ത മൂടൽമഞ്ഞ് വീണ് ദേവദാരു മഞ്ഞിനാൽ മൂടപ്പെട്ടു. അതോടെ തന്നെ ആരും കാണില്ലല്ലോ എന്നോർത്ത് ദേവദാരു സന്തോഷിച്ചു. എന്നാൽ പുതുവർഷ തലേന്ന് വനപാലകൻ അവളെ തേടി വന്നു. അതുകണ്ട് അവൾ വല്ലാതെ ഭയന്നു. തൻ്റെ അന്ത്യം അടുത്തു എന്ന് കരുതി അവൾ ബോധം കെട്ടു വീണു. എന്നാൽ ബോധം വന്നപ്പോൾ തന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി. മരങ്ങളുടെ മഹത്വം അറിയുമായിരുന്ന വനപാലകനും മക്കളും ദേവദാരു എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് തന്നെ പുതുവർഷം മരമായി അലങ്കരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ വർഷങ്ങളിലും അവിടെ ആ ദേവദാരുവിനെ പുതുവർഷം മരമായി അവർ അംഗീകരിച്ചു. അതുപോലെ തന്നെ അലങ്കരിച്ച് നിർത്തി. അങ്ങനെ അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പേടിയൊക്കെ ഭയാശങ്കകളൊക്കെ അന്നത്തോടുകൂടി അവസാനിച്ചു.
ദേവദാരുവിൻ്റെ ബാല്യം എങ്ങനെയുള്ളതായിരുന്നുവെന്നും അതിൻ്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നുവെന്നും നിങ്ങൾക്കറിയാം. കൊച്ചു ദേവദാരുവിൻ്റെ അനുഭവങ്ങൾ ആത്മകഥാരൂപത്തിലേക്ക് മാറ്റിയെഴുതൂ. കൊച്ചു ദേവദാരു ആത്മകഥ. വനപാലകൻ്റെ വീടിനു മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് നിൽക്കുന്നത് കൊണ്ടാവാം എല്ലാവരും എന്നെ ഇത്രമാത്രം സ്നേഹിച്ചത്. വലിയ പൈൻമരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും എത്ര വാത്സല്യത്തോടെയാണ് എന്നെ നോക്കിയിരുന്നത്. എനിക്ക് ഉള്ളം നിറഞ്ഞ സന്തോഷമായിരുന്നു. എപ്പോഴും വേനൽ മഴയിൽ കുളിച്ചും വസന്തത്തിലെ വെയിലറ്റും ഞാൻ വളർന്നു. കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ എനിക്ക് എന്ത് പേടിയാണെന്നോ ആലോചിക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. എലിയും ഷഡ്പദങ്ങളും പക്ഷിയും കൂട്ടുകാരായതുകൊണ്ട് എനിക്ക് ഒരിക്കലും വിരസത അനുഭവപ്പെട്ടിട്ടില്ല. മാക്പൈ പക്ഷേ ചില്ലയിൽ വന്നിരുന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. എൻ്റെ ചില്ലകൾ ഒടിഞ്ഞു പോയാലോ? ഞാൻ അല്പം കടുപ്പിച്ച് പ്രതികരിച്ചു. എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകും തീർച്ച എന്ന മാക്പയുടെ മറുപടി എന്നെ തളർത്തി. പുതുവർഷം വരുമ്പോൾ തുറസായ സ്ഥലത്ത് നിൽക്കുന്ന തനിക്ക് ആപത്ത് വരുമെന്ന് ചിന്തയുമായി ഭീതിയോടെ വേനലിലും ശരത്കാലത്തും ഞാൻ ജീവിച്ചു. കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റ് വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാനായിരുന്നെങ്കിലെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. നടക്കാത്ത ആഗ്രഹം. ഡിസംബറിലെ മഞ്ഞ് വന്ന് മൂടിയപ്പോൾ ഇനി എന്നെ ആരും കാണില്ലല്ലോ എന്നാണ് ഞാൻ ആശ്വസിച്ചത്. അപ്പോഴാണൊരു മനുഷ്യൻ എൻ്റെ അടുത്തെത്തി എന്നെ ശക്തമായി കുലുക്കിയത്. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് അയാൾ പോയപ്പോൾ ഒപ്പം എൻ്റെ ബോധവും പോയി. ബോധം തെളിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ വന്നില്ല. ഏതാണെങ്കിലും എന്നെ വെട്ടിമാറ്റിയില്ല എന്നത് എനിക്ക് വലിയ ആശ്വാസമായി. ഒപ്പം എന്നെ രസക്കുടുക്കുകൾ കൊണ്ടും സ്വർണ്ണ നിറമുള്ള നക്ഷത്രം കൊണ്ടും അലങ്കരിച്ചിരുന്നു. കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ അലങ്കരിച്ചത് എത്ര നന്നായി എന്ന് പ്രകൃതി സ്നേഹിയായ ഒരു കുട്ടിയുടെ വാക്കുകളെ എനിക്ക് കരുത്തേകി. എല്ലാ പുതുവർഷവും എന്നെ അലങ്കരിക്കുമെന്ന് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി. ഓരോ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലും എൻ്റെ കുട്ടിക്കാല ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. എന്നും ചെറുപ്പമായി ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം. അത് വിശദമാക്കുക എന്നതാണ് അടുത്ത ചോദ്യം. സെർഗേയ് മിഹൽക്കോഫിൻ്റെ കൊച്ചു ദേവദാരു എന്ന കഥ ഒരേ സമയം ഒരു ബാലസാഹിത്യ കൃതിയുമാണ്. അതേപോലെ തന്നെ പരിസ്ഥിതി ബോധത്തെ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു കഥയും കൂടിയാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന രീതിയിൽ ദേവദാരു തൻ്റെ കഥ പറയുന്നു എന്നാണ് നമുക്ക് തോന്നുക. അതിലപ്പുറം ആ ദേവദാരു ജീവിക്കുന്ന അതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതകളെയും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഓരോ ഋതുക്കളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊച്ചു ദേവദാരു അതിനെ അവൾ അതിജീവിച്ചത്. അപ്പോൾ ഓരോ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതോടൊപ്പം ആ കൊച്ചു ദേവദാരുവിനോടൊപ്പം കൂട്ടായിട്ട് അവളെ സ്നേഹിക്കുവാനായിട്ട് അവൾ സഹവർത്തിത്വത്തോടെ കടന്നു വരുന്ന മറ്റ് ജീവികളെയും അതിൽ പങ്കുചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഒറ്റ മരങ്ങൾ മാത്രമല്ല, ഈ ചുറ്റുപാട് ഒട്ടനേകം ജീവികളുണ്ട്. അവയെല്ലാം ചേർന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കൊരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യനെന്നല്ല, മറ്റേത് ജീവിക്കും, ജീവജാലങ്ങൾക്കും ഒറ്റയ്ക്ക് തനിച്ചിവിടെ ജീവിക്കാൻ സാധ്യമല്ല. പരസ്പരം ആശ്രയിക്കപ്പെട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പക്ഷേ ഈ സ്ഥിതിവിശേഷത്തെ തകർക്കാനായിട്ട് മനുഷ്യനെന്ന ബുദ്ധിജീവി അല്ലേ, അവൻ്റെ സ്വാർത്ഥത കൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നശീകരണ പ്രവണതയുടെ പ്രത്യേകതയായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാക്പൈ എന്ന പക്ഷി വന്നവളുടെ കൊമ്പിലിരുന്നിട്ട് പറയുന്നത്, നിൻ്റെ കൊമ്പുകൾ ആരെങ്കിലും വെട്ടിക്കൊണ്ട് പോകുമെന്നുള്ളത് അല്ലേ. അപ്പോൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ ആ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ മാക്പൈ എന്ന പക്ഷിയിലൂടെ നമുക്ക് അവിടെ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. അതായത് നിനക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ നിൽക്കാൻ സാധ്യമല്ല, നീ ഇങ്ങനെ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും കഴിയേണ്ട കാലം അവസാനിച്ചിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നിൻ്റെ മേൽ മഴ വീഴാം, അല്ലെങ്കിൽ നിൻ്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റപ്പെടാം എന്നുള്ള
ആ വാഗ്പേയുടെ സംസാരത്തിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക് എപ്പോഴും ഉണ്ട്, നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു കരുതലോടുകൂടി ഇരിക്കാൻ അവളോട് പറയുന്നതായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രകൃതി നശീകരണ പ്രവണത മനുഷ്യർ അവസാനിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽപ്പില്ല. പക്ഷേ പ്രകൃതിയെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ഒരുപറ്റം ആളുകൾ ഇവിടെയുണ്ട് എന്നതിൻ്റെ സൂചനയാണ് വനപാലകനും അയാളുടെ മക്കളും. കാരണം എന്താണ്, ആ കൊച്ചു ദേവദാരു എന്ന ആ വൃക്ഷത്തെ അല്ലെങ്കിൽ ആ ചെടിയെ വെട്ടിമാറ്റാതെ തന്നെ അവർ പുതുവർഷം മരമായി അവിടെ നിലനിർത്തിക്കൊണ്ട് അവർ അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ വർഷവും ആ വനപാലകനും മക്കളും പിന്നീട് കടന്നു വരുന്ന ഓരോ തലമുറയും ആ കൊച്ചു ദേവദാരുവിനെ മുറിച്ചു മാറ്റുന്നില്ല. അങ്ങനെ മുറിച്ചു മാറ്റപ്പെടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ അവസ്ഥയിൽ ഇന്നും ജീവിക്കുന്നത്. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളെയും മനുഷ്യൻ എന്നേ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇല്ലേ? ഒട്ടനേകം, അതിൻ്റെ ഭൂരിഭാഗവും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു സന്ദേശം നൽകാനാണ് വനപാലകനും മക്കളും ഈ കഥയിൽ കടന്നു വരുന്നത്. ദേവദാരുവിനോട് ദയ കാണിച്ച് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് വരും വർഷങ്ങളിലും എല്ലാം ദേവദാരു അവിടെ നിൽക്കണം, സുന്ദരിയായ മനോഹരിയായ ഒരു വൃക്ഷമായിട്ട് നിലനിൽക്കണം എന്നുള്ള ആ ഒരു സന്ദേശം, അതായത് പ്രകൃതിയെ അതിൻ്റെ തനിമയിൽ തന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റം മനുഷ്യരുടെ കൂട്ടായ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മളിന്നും ഈ പ്രകൃതിയിലെ ശുദ്ധവായു ശുദ്ധജലവും എല്ലാം നമുക്ക് ലഭ്യമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളത് ആവോളം ആസ്വദിച്ചുകൊണ്ട് നമ്മളിന്ന് ജീവിക്കുന്നത്. സുഖത്തോടെയും സന്തോഷത്തോടെയൊക്കെ ജീവിക്കാൻ കാരണം പ്രകൃതി സ്നേഹികളായ ഒരു പറ്റം ആളുകളാണ്. അപ്പോൾ ഒട്ടനേകം കാര്യങ്ങൾ ഈ കഥയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികളാണ്, പ്രകൃതിയെ നശിപ്പിക്കുകയല്ല പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് വേണ്ടതെന്ന സന്ദേശം നിങ്ങളിലേക്ക് പകർന്നു തരാൻ വളരെ ശക്തിയുക്തം, അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ കൊച്ചു ദേവദാരു അവളുടെ ഓർമ്മപ്പെടുത്തൽ എന്നവണ്ണം, അവളുടെ കുട്ടിക്കാലത്തെ ഓർമ്മ എന്നവണ്ണം നമ്മളോട് പങ്കുവയ്ക്കുന്ന മഹത്തായൊരു സന്ദേശമാണ്, അല്ലേ?